നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നാളെ മാർച്ച് 1 ഫിസിക്സിന്റെ പരീക്ഷ. പഠിക്കുന്നവർക്ക് ടെൻഷൻ, പഠിക്കാത്തവർക്ക് ടെൻഷൻ, കുറച്ച് പഠിച്ചവർക്ക് ടെൻഷൻ, എല്ലാ രീതിയിലും ടെൻഷനാണ്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഒരു 7 മണിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇട്ട് തരും. അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് 7 മണിക്കോ 9 മണിക്കോ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ ഇട്ട് തരും. കാരണം ടെൻഷനെ നമ്മൾ മാറ്റി എങ്ങനെയൊക്കെ പരീക്ഷകൾ എഴുതണം, കൃത്യമായിട്ട് ഫിസിക്സ് എഴുതുന്നതിനൊരു രീതികളൊക്കെ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 150 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസിൻ്റെ സെക്ഷൻ, അങ്ങനെ ചറപറ വീഡിയോസാണ്. ചിലർ ചോദിക്കുന്നത് എന്തിനാണ് സാർ ഇത്രയും വീഡിയോ, ചിലർ ഇത്രയും വീഡിയോസ് എങ്ങനെ ചെയ്യുന്നു. മാക്സിമം നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാവുന്നത് ഞാൻ എൻ്റെ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് മാക്സിമം നിങ്ങൾ കഷ്ടപ്പെടണം. എഫേർട്ട് എടുക്കുന്നതിനൊന്നും നമ്മൾ ഞാൻ ഇത്ര എഫേർട്ട് എടുത്തു, ഞാൻ ഇത്രയും മാത്രം കഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങളും പറയാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ ജോലി എന്നുള്ളതിനെക്കാട്ടിൽ നിങ്ങളുടെ ഭാവിയാണ്. അന്നേരം അവിടെ ഇത്ര സമയം, ഇത്ര ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എന്നൊന്നുമല്ല, നമുക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, അല്ലേ? അന്നേരം കാര്യത്തിലേക്ക് കിടക്കാം. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ഈ 5 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പോകണം നിർബന്ധമായിട്ട്. ഇത് കാണുന്നൊരു ബാക്കിയുള്ളവരൊന്ന് ഷെയർ ചെയ്യുക. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനോടൊപ്പം ചില കൊനസ്റ്റ് പിടിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നവർ ചിലപ്പം ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടാൽ നിങ്ങൾക്കതൊരു വിഷമമായിരുന്നു ഏച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിഷമമായിരുന്നെന്ന് മാത്രമല്ല, ചോയ്സ് ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്, നമുക്കൊക്കെ ഡബിൾ ഓക്കെയാണ്. എന്നാൽ പോലും ഇതുകൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതിയെടുക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഡെറിവേഷനായിട്ട് പഠിക്കുക. വലിയ സമയമൊന്നും എടുക്കത്തില്ല, 1 മണിക്കൂർ എടുക്കത്തുള്ളൂ ഈ പറഞ്ഞതെല്ലാം പഠിക്കാൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെയും ഡെറിവേഷൻ 1/4πε0 q/r². ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, അതിൻ്റെ ഡെറിവേഷൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേണമെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഡെറിവേഷൻ ആയാലും ഇത് രണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതാണ്, ഡെറിവേഷൻ നല്ലതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ, ഡെറിവേഷൻ ഒന്നുമില്ല, 3 സ്പെഷ്യൽ കേസേ ഉള്ളൂ. ഇൻസൈഡ് ദി ഷെൽ, ഔട്ട്സൈഡ് ദി ഷെൽ, സർഫസ് ഓഫ് ദി ഷെൽ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്, ഗോസ് തിയറത്തിനകത്ത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ റാദർ ദാൻ ഔട്ട്സൈഡ് എ ട്രീ ഓർ ഇൻ എൻ ഓപ്പൺ ഗ്രൗണ്ട് ഡ്യൂറിങ് തണ്ടർ സ്റ്റോം ഓർ ലൈറ്റനിങ്. വൈ? എന്ത് തേങ്ങയാണ് സാറേ പറയുന്നത്? നമ്മൾ മിന്നലും ഇടിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കാൻ പാടില്ല. ഇടിയേശും അകത്ത് സേഫ് ആയിട്ടിരിക്കുക, ഒന്നീ പെരയ്ക്കകത്തിരിക്കുക അല്ലെങ്കിൽ കാറിനകത്തിരിക്കുക എന്ന് പറയുന്നുള്ളത് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. അന്നേരം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ദി വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അതിൻ്റെ റീസൺ ഇതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പഠിച്ചോളുക. പിന്നെ പലരും ചോദിച്ചു എന്നോട് സ്പെക്ട്രൽ സീരീസ് ഉണ്ട്. സ്പെക്ട്രൽ സീരീസ് ഡിലീറ്റഡ് ടോപ്പിക്കാണ്, സ്പെക്ട്രൽ സീരീസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ടൊരു 9 മണിക്ക് ഒരു വീഡിയോ ഇടുന്നുണ്ട്. കൃത്യമായിട്ട് അത് കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. അതായത് സ്പെക്ട്രൽ സീരീസ് ഇല്ല. പക്ഷേ അയണൈസേഷൻ എനർജി ഒന്ന് പഠിച്ചോണം. സ്പെക്ട്രൽ സീരീസ് ഇല്ല, അയണൈസേഷൻ എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. -13.6/n² eV EM=, അയണൈസേഷൻ എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം നിർബന്ധമായിട്ട് പഠിക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഈ ബോർ മോഡൽ, റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ, ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ 3 പോസ്റ്റുലേറ്റ്സ് ശ്രദ്ധിച്ചേക്കുക. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ അതൊരു ഡ്രോബാക്ക് ഒക്കെ ഉള്ളതാണ്. ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ 3 പോസ്റ്റുലേറ്റ്, ആ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് വെച്ച് ഡി ബ്രോഗ്ലി അത് പ്രൂവ് ചെയ്യുന്നത്, L=NH/2π എന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യുന്ന അതോടെ പഠിക്കണം. ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ, ആ ആറ്റം മോഡൽ ഒന്ന് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകണം. ഇത്രയും ടോപ്പിക്കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് നോക്കിക്കൊണ്ട് പോകണം, ഒരു കരുതലിന് വേണ്ടിയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് കൂടെ ഒന്ന് നോക്കുക. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ 1-2 വട്ടം ഒന്ന് കേട്ടതിന് ശേഷം ഇതുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. കാരണം ഒരു രീതിയിൽ നമ്മൾ എന്താണ് മറ കെട്ടുക അല്ലെങ്കിൽ നമ്മൾ മതിൽ കെട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിൽ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ 4 വെച്ച് നമ്മൾ മതിൽ കെട്ടുന്ന പോലെയാണ്. കാരണം എല്ലാ രീതിയിലും പഴുതടച്ചുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്ത് തന്നേക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസോടെ ഒന്ന് നോക്കിക്കൊണ്ട് പോകാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുത്താൽ പോലും അത് നിങ്ങൾക്ക് നഷ്ടമല്ല. അന്നേരം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക.
കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. നമ്മുടെ നോട്ട്സിനകത്ത് കാര്യങ്ങളെല്ലാം ഇതിനകത്തെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നോട്ട്സ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ട് കയറുന്നവർക്കെല്ലാം കൃത്യമായിട്ട് നോട്ടുണ്ട്. പുത്തനായിട്ട് വേണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. പലരുടെയും മറ്റൊരു സംശയമുണ്ട്, ഇനി മാത്സിനും കെമിസ്ട്രിക്കും ബോട്ടണിക്കും സുവോളജിക്കും ഇംഗ്ലീഷിനും ഒക്കെ എല്ലാത്തിനും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് 10 മണിക്കൂർ 12 മണിക്കൂർ നിങ്ങൾ ക്ലാസ് കണ്ട് സമയം കളയുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ കണ്ട ക്ലാസ്സുകൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു 100% ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ 100% നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം പഠിച്ചിരിക്കും. ഇനി നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളതും പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ ഉള്ള വീഡിയോ 9 മണിക്ക് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ഒന്നരത്തേക്ക് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കുക. അന്നേരം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.